വൈശാലി ഭാഗം 37. വിഷ്ണു അവളെ വിളിക്കാമെന്ന് കരുതി കൈ ഉയർത്തി. പക്ഷേ അത് വേണ്ടെന്ന് കരുതി. തന്നിൽ നിന്ന് എതിരായി കിടക്കുന്ന വൈശാലിയുടെ കവിളിലേക്ക് അവൻ അവൻ്റെ കവിള് ചേർത്ത് വെച്ച് അവളെ പിന്നിൽ നിന്നൊന്ന് പുണർന്നു. എൻ്റെ വൈശു സ്ട്രോങ് അല്ലേ? വിഷ്ണു വൈശാലിയുടെ കയ്യിൽ കൈ ചേർത്ത് വെച്ചു. വൈശാലി തിരികെയൊന്നും മിണ്ടിയില്ല. എന്നെ തൊടണ്ട, മാറങ്ങോട്ട്. അവൻ തൻ്റെ ദേഹത്ത് വെച്ച കൈകൾ കുടഞ്ഞെറിഞ്ഞു. ആളല്പം ഗൗരവത്തിലാണെന്ന് അവന് മനസ്സിലായി. മുത്തശ്ശി വഴക്ക് പറഞ്ഞതിന് ഞാനെന്ത് ചെയ്യാനാണ്? നിനക്കറിയായിരുന്നു മുത്തശ്ശി എന്നെ കളിപ്പിച്ചതാണെന്ന്. എന്നിട്ട് നീ എന്നോടൊന്നും പറഞ്ഞില്ല. നീയും അതുപോലെ എന്നെ കുറ്റപ്പെടുത്തി. എനിക്കും ആരോടെങ്കിലുമൊക്കെ ദേഷ്യം തീർക്കണ്ടേ? അത് നിന്നോടല്ലാതെ വേറെ ആരോട് കാണിക്കാനാണ്? അതുകൊണ്ട് എന്നോടിനി മിണ്ടാൻ വരണ്ട. നീങ്ങിക്കിടക്കങ്ങോട്ട്. വൈശാലി അവനെ തള്ളി നീക്കി. വിഷ്ണു അവളെ കൂർപ്പിച്ചു നോക്കി. ദേ, ഞാൻ മിണ്ടില്ലാട്ടോ ശരിക്കും. വിഷ്ണുവും തിരികെ പറഞ്ഞു. അവളത് ചെവികൊണ്ടില്ല. കേൾക്കാത്ത രീതിയിൽ തിരിഞ്ഞു തന്നെ കിടന്നു. വിഷ്ണു പിന്നെ ഒരു സംസാരത്തിന് നിൽക്കാതെ അവളിൽ നിന്ന് മുഖം തിരിച്ച് അവൾക്കെതിരായി ചരിഞ്ഞു കിടന്നു. രണ്ടുപേരും അങ്ങനെ തന്നെ കിടന്നു. കുറേ സമയം കിടന്നിട്ടും വൈശാലിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. അവൾ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് തിരികെ താഴേക്ക് തന്നെ പോയി. വിഷ്ണു അത് അറിഞ്ഞുവെങ്കിലും അറിയാത്തതുപോലെ അവിടെ തന്നെ കിടന്നു. വൈശാലി നേരെ പോയത് തൻ്റെ വീട്ടിലേക്കാണ്. മനസ്സാകെ എന്തൊക്കെയോ ഓർത്തെടുത്ത് വീണ്ടും വീണ്ടും വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നിനാലും സമാധാനിപ്പിക്കപ്പെടാൻ കഴിയാത്തതുപോലെ തോന്നി അവൾക്ക്. എന്നും വന്ന് വൃത്തിയാക്കിയൊക്കെ ഇടാറുണ്ട് വീട്, ഒന്നില്ലെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട്. അവൾ അകത്തേക്ക് കയറി മുറിയിലേക്ക് പോയി. അവിടെ ചെറിയ രീതിയിൽ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും കൂടെ താൻ നിൽക്കുന്നൊരു ഫോട്ടോ ഉണ്ട്. അതിലൂടെ ഒന്ന് കണ്ണോടിച്ചു. ശേഷം വെറുതെ അവിടെയൊക്കെ ഒന്ന് നടന്നു കണ്ടു. ഇപ്പോഴുള്ള താൻ ഇങ്ങനെയായത് ഈ വീട്ടിൽ നിന്നാണ്. ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ പലർക്കും നിസ്സാര കാര്യമാണ്. പക്ഷേ അതൊരു തരം പറഞ്ഞ് മനസ്സിലാക്കാനാവാത്ത അവസ്ഥയാണ്. ആർക്കും മനസ്സിലാവില്ല, അത് അനുഭവിച്ചവർക്കല്ലാതെ. 3 വർഷത്തെ ജയിൽവാസം കഴിഞ്ഞു വരുമ്പോൾ പ്രതീക്ഷകളില്ലാത്തൊരു ജീവിതമായിരുന്നു തനിക്ക്. അച്ഛനും ഇല്ല, അമ്മയും ഇല്ല, ശരിക്കും ഒരു അനാഥയാണ്. കൊലപാതകം ചെയ്ത ആളാണ്. ഈ 2 ചിന്തകൾ മനസ്സിൽ വീർപ്പ് മുട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു. യാതൊരു പ്രതീക്ഷയും ഇല്ലാതെയാണ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത്. മുത്തശ്ശനും മുത്തശ്ശിയും അവിടെ വരുമെന്ന് കരുതിയതല്ല. ജയിലിലായതിനു ശേഷം പുറത്തുനിന്ന് ആരെയും കാണാൻ അനുവദിച്ചിട്ടില്ല താൻ. അവരുടെ കൂടെ പോവുക എന്നല്ലാതെ വേറെ നിവൃത്തിയുണ്ടായിരുന്നില്ല. ഇവിടെ വന്ന് ഈ മുറിയിലായിരുന്നു പിന്നീടുള്ള ജീവിതം മുഴുവൻ. കുറേ നാളുകൾ ഒറ്റപ്പെടൽ, വിഷമങ്ങൾ, ചിലപ്പോൾ കരയും, ചിലപ്പോൾ ചിരിക്കും. അങ്ങനെ എപ്പോഴോ മനസ്സ് മാറി ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ എപ്പോഴോ തോന്നിയൊരു തോന്നലിലാണ് നൃത്തം പഠിക്കാനായി ജോയിൻ ചെയ്തത്. താല്പര്യമുള്ള വിഷയമായതുകൊണ്ട് അതിൽ തന്നെ ഡിഗ്രി ചെയ്യാമെന്ന് കരുതി. അത് ഫസ്റ്റ് റാങ്ക് കിട്ടി പാസ്സായി. പിന്നീട് അതിൽ തന്നെ PGയും ചെയ്തു. അവിടെ തന്നെ ജോലിക്ക് കയറി. അങ്ങനെ ഒരു ഒഴുക്കിനനുസരിച്ച് നീങ്ങുന്നൊരു ജീവിതമായി മാറി തൻ്റേത്. അതിനിടയിൽ ജീവിക്കാനൊക്കെ മറന്നുപോയിരുന്നു. ഓരോന്നൊക്കെ അങ്ങനെ ആലോചിച്ച് അവൾ കട്ടിലിലേക്ക് കയറിയിരുന്ന് മുട്ടിലേക്ക് മുഖം ചരിച്ചു വെച്ച് അവൾ തൻ്റെ ജീവിതം മുഴുവൻ ഒന്ന് നോക്കിക്കണ്ടു. കണ്ണുനീർ എന്തിനോ വേണ്ടി അവളുടെ കണ്ണുകളിൽ നിന്ന് ഒഴുകി ഇറങ്ങുന്നുണ്ടായിരുന്നു. അതിനെ തടയാനാവാത്തത് കൊണ്ട് അവൾ അതിന് ശ്രമിച്ചില്ല. ഇത്ര നാളും എല്ലാം ഉള്ളിലൊതുക്കി കരയാതെ ജീവിച്ചതാണ്. അതെല്ലാം കരഞ്ഞു തന്നെ തീരട്ടെ എന്ന് കരുതി. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞ് ഒരാശ്വാസം കിട്ടിയതുപോലെ തോന്നി അവൾക്ക്. മുഖമൊക്കെ ഒന്ന് കഴുകി അവൾ തിരികെ പോകാൻ ഒരുങ്ങി. അവൾ ഹാളിലേക്ക് നടന്നതും അവിടെ സോഫയിലായി വിഷ്ണു ഇരിക്കുന്നു. കഴിഞ്ഞോ? അവൻ്റെ ശബ്ദം അത് ചോദിക്കുമ്പോൾ പതിവിലും ഗൗരവത്തിലായിരുന്നു. അതിൽ അല്പം ദേഷ്യം കൂടി കലർന്നതുപോലെ തോന്നിയിരുന്നു വൈശാലിക്ക്. അവൻ്റെ ചോദ്യത്തിന് വൈശാലി തലകുനിച്ചു. ഒന്നും തിരിച്ചു ചോദിക്കാനാവുന്നില്ല. കരഞ്ഞില്ലെന്ന് കള്ളം പറയാനും ആവില്ല. കാരണം കണ്ണും മുഖവും എല്ലാം ആകെ വീർത്തിരിക്കുകയാണ്. വിഷ്ണു സോഫയിൽ നിന്ന് എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് നടന്നു വന്നു. നിനക്കെന്നെ പിരിയണോ? നിനക്കെന്നിൽ നിന്ന് ഡിവോഴ്സ് വേണോ? വിഷ്ണു തീർത്തും ഗൗരവത്തിലായിരുന്നു. ആ ശബ്ദത്തിൽ കുസൃതിയോ ചിരിയോ ഇല്ല. വൈശാലി അവൻ്റെ ആ ഒരു ചോദ്യത്തിൽ തന്നെ ആകെ ഞെട്ടിപ്പോയി. അങ്ങനെയൊരു ചോദ്യം അവനിൽ നിന്ന് പ്രതീക്ഷിക്കാത്തതുപോലെ അവളുടെ മുഖമാകെ വിളറി. വിഷ്ണു, എനിക്ക് നീ സന്തോഷമായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. പറയ്, ഞാൻ കൂടെയുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ ഞാൻ നിന്നെ വിവാഹം ചെയ്തത് കൊണ്ടോ ആണോ നിനക്കിപ്പോൾ ഈ വിഷമം? അതോ നിനക്കതിലിപ്പോൾ കുറ്റബോധം തോന്നുന്നുണ്ടോ? വിഷ്ണു വിട്ടുകൊടുത്തില്ല. ഇന്നലെ തന്നെ എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചതാണ്. എന്നിട്ടും വീണ്ടും അവളിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് അവൻ ഒട്ടും ഇഷ്ടാവുന്നുണ്ടായിരുന്നില്ല. വിഷ്ണു പറഞ്ഞവസാനിപ്പിച്ചതും വൈശാലി ഒരു നിമിഷം പോലും പാഴാക്കാതെ അവനെ വന്ന് ഇറുക്കി കെട്ടിപ്പിടിച്ചു. ഞാൻ അങ്ങനെയൊന്നും കരുതിയിട്ടില്ല വിഷ്ണു. നീയല്ലേ എൻ്റെ ജീവൻ. നീയില്ലെങ്കിൽ പിന്നെ ഞാനില്ല. ഇന്ന് ഞാനിങ്ങനെ നിൽക്കുന്നത് പോലും നീ കാരണമാണ്. ഞാൻ തന്നെ നിന്നെ വൈശാലി അത് പറഞ്ഞു തീരും മുന്നേ പൊട്ടി കരഞ്ഞു. വിഷ്ണു അവളെ ചേർത്ത് പിടിച്ചു. എന്തൊക്കെ പറഞ്ഞവളെ ആശ്വസിപ്പിക്കണമെന്ന് അവൻ ഒരെത്തും പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്നൊരു തോന്നലിൽ പറഞ്ഞു പോയതാണ്. അവൾ വീണ്ടും കരയുന്നത് കണ്ടപ്പോൾ കുറച്ച് ദേഷ്യം തോന്നിപ്പോയി. ആ ദേഷ്യത്തിന് പുറത്ത് അറിയാതെ പറഞ്ഞു പോയതാണ്. അതാണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെയും ആയിരിക്കുന്നു. വൈശു. തൻ്റെ തോളിലേക്ക് മുഖം അമർത്തിയിരിക്കുന്ന വൈശാലിയെ വിഷ്ണു പതിയെ ഒന്ന് വിളിച്ചു നോക്കി. എവിടെ? നോ റെസ്പോൺസ്. വിഷ്ണു അങ്ങനെ തന്നെ അനങ്ങാതെ നിന്നു. എന്ത് ചെയ്യണം എന്നൊന്ന് ആലോചിച്ചു. വൈശാലി, കരച്ചിൽ നിർത്തുന്നുണ്ടോ താൻ? ക്ഷമ കെടും പോലെ വിഷ്ണു വീണ്ടും ചോദിച്ചു.
എന്നിട്ടും വൈശാലി അവൻ്റെ തോളിലേക്ക് മുഖം അമർത്തി നിൽക്കുകയാണ്. കരച്ചിൽ നിർത്തിയില്ലെങ്കിൽ എങ്ങനെ നിർത്തണമെന്ന് എനിക്കറിയാം. വേണോ? വിഷ്ണു ചോദിച്ചിട്ടും അവളുടെ ഭാഗത്തു നിന്നും മറുപടിയൊന്നുമില്ല. വിഷ്ണു അവളുടെ ഇടുപ്പിലെ പിടിയൊന്ന് അമർത്തി. വൈശാലിയുടെ മുഖം ഞെട്ടലോടെ അവൻ്റെ തോളിൽ നിന്ന് ഉയരുന്നത് വിഷ്ണു അറിയുന്നുണ്ടായിരുന്നു. എങ്കിലും അവൻ അങ്ങനെ തന്നെ നിന്നു. വിഷ്ണു സാരിക്കിടയിലൂടെ അവളുടെ വയറിൽ വിരലുകൾ കൊണ്ട് ഒന്ന് കളം വരച്ചു. വൈശാലി ഒന്ന് കുതറി. പക്ഷേ വിഷ്ണു അവളിലെ പിടിവിട്ടില്ല. കരയുന്നില്ലേ നീ? വിഷ്ണു അങ്ങനെ തന്നെ നിന്നുകൊണ്ട് തികച്ചും സ്വാഭാവികമായി അവളോട് ചോദിച്ചു. വൈശാലി ഒന്നും മിണ്ടിയില്ല. ആ! കുറച്ചു നേരത്തിന് ശേഷം വിഷ്ണുവിൻ്റെ വേദനയോടെയുള്ള ഒരു അലർച്ച. വൈശാലി മുഖം അവൻ്റെ ഷോൾഡറിൽ ഒന്ന് തുടച്ചു. ശേഷം അവനെ ഒന്ന് നോക്കി. വേറൊന്നുമല്ല, വിഷ്ണുവിൻ്റെ വയറിന് സൈഡിലായി വൈശാലി മാംസം പിടിച്ചൊന്ന് ഇറുക്കിയതാണ് സംഭവം. ആൾക്കല്പം വേദനിച്ചിട്ടുണ്ട്. വൈശാലി അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. അത്രമാത്രം വേദനയൊന്നും ഉണ്ടാവില്ലെന്ന് അവൾക്കറിയാം. എങ്കിലും അവൻ്റെ മുഖം കള്ളത്തരം നിറഞ്ഞിരിക്കുകയാണ്. കൂടുതൽ അഭിനയമൊന്നും വേണ്ട. അവൻ്റെ മുന്നിൽ വൈശാലി കൈകെട്ടി നിന്ന് ഗൗരവത്തിൽ പറഞ്ഞു. വിഷ്ണു വയറിൽ നിന്ന് കൈയെടുത്തു. അവൻ പരിഭവത്തോടെ അവളിൽ നിന്ന് മുഖം തിരിച്ചു. വൈശാലി അവൻ്റെ വീർത്തിരിക്കുന്ന മുഖം ചരിച്ച് അമർത്തി ഒരു ഉമ്മ കൊടുത്തു. ഉമ്മ കിട്ടിയതും വിഷ്ണുവിൻ്റെ മുഖത്ത് 1000 പൂത്തിരി ഒരുമിച്ച് കത്തിയതുപോലെ ആയിരുന്നു. അവൻ വൈശാലിയെ കൈകൊണ്ട് തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇനി അതൊന്നും ഓർത്ത് വിഷമിച്ചിരിക്കരുതെന്ന്. വിഷ്ണു അവളെ കൂർപ്പിച്ചു നോക്കി. ഇനി ഉണ്ടാവില്ല. അത് പറഞ്ഞ് വൈശാലി അവൻ്റെ കഴുത്തിലൂടെ കൈയിട്ട് അവനെ പുണർന്നു നിന്നു. എന്താ ഉദ്ദേശം? വിഷ്ണു അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു. പ്രത്യേകിച്ചൊന്നുമില്ല, വാ വീട്ടിൽ പോവാം. വൈശാലി പെട്ടെന്ന് അവനെ വിട്ടുമാറിക്കൊണ്ട് പറഞ്ഞു. പക്ഷേ അവൾ അവനിൽ നിന്ന് അകലും മുന്നേ അവൻ അവളെ തിരികെ ചേർത്ത് പിടിച്ച് അവളുടെ അതരങ്ങൾ അപ്പാടെ നുണഞ്ഞെടുത്തിരുന്നു. തിരികെ വീട്ടിലേക്ക് നടക്കുമ്പോൾ രണ്ടുപേരുടെ ഉള്ളവും ശാന്തമായിരുന്നു. രണ്ടുപേരും ഇനി പരസ്പരം പറയാത്തതോ അറിയാത്തതോ ആയി ഒന്നുമില്ല. അങ്ങനെയൊരു സമാധാനം രണ്ടുപേരിലും നിറഞ്ഞു നിന്നിരുന്നു. തിരിച്ചു വരുമ്പോൾ രണ്ടുപേരും പറയാതെ പോയി എന്ന് പറഞ്ഞ് മുത്തശ്ശി രണ്ടുപേരെയും കണക്കിന് വഴക്ക് പറഞ്ഞു. എങ്കിലും രണ്ടുപേരും ചേർന്ന് മുത്തശ്ശിക്ക് ഒരുപോലെ 2 ഉമ്മയൊക്കെ കൊടുത്ത് ആ വഴക്ക് അതിൽ അലിഞ്ഞു തീർത്തിരുന്നു. ഇപ്പോൾ വീട് സ്വർഗം പോലെയാണെന്ന് തോന്നി വൈശാലിക്ക്. ആരുമാരുമായി ഒരൊളിയും മറയുമില്ല. എല്ലാം ശാന്തം. രാത്രി കിടക്കാൻ നേരം വിഷ്ണുവുമായി വൈശാലി കുറച്ചുനേരം ഒന്ന് സംസാരിക്കണം എന്ന് തീരുമാനിച്ചിരുന്നു. വിഷ്ണു! അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് കിടന്നുകൊണ്ട് അവൾ അവനെ വിളിച്ചു. എന്തോ? അവനും അതുപോലെ തന്നെ തിരികെ വിളി കേട്ടു. ചെറിയച്ഛൻ? അവൾ അത് ചോദിച്ച് ഒന്ന് നിർത്തി. ഒന്നും ആലോചിക്കണ്ട, കിടന്നുറങ്ങാൻ നോക്കിക്കോ. ചെറിയച്ഛൻ്റെ കാര്യമല്ല, ഞാൻ നോക്കിക്കോളാം. വിഷ്ണു തീർപ്പ് പോലെ പറഞ്ഞതും വൈശാലി അതിനെ ഒന്ന് മൂളി. എന്നോടുള്ള ദേഷ്യവും വെറുപ്പും കൊണ്ട് നിന്റെ ചെറിയച്ഛനിനി നിന്നോട് മിണ്ടാതിരിക്കുവോ? അവളുടെ ഉള്ളിൽ അങ്ങനെയുള്ള സംശയങ്ങളായിരുന്നു. വിഷ്ണുവും ചെറിയച്ഛനും തമ്മിലുള്ള നല്ല രീതിയിലുള്ള ബന്ധം താൻ കാരണം ഇല്ലാതായി പോകുമോ എന്ന ചിന്തയായിരുന്നു അവളിൽ അന്നേരം. ഇനി ഈ ഒരു കാര്യം പറഞ്ഞ് ചെറിയച്ഛൻ മിണ്ടാതിരുന്നാൽ അങ്ങ് പോട്ടെന്ന് കരുതും. നാളെ എന്തായാലും ഞാൻ പോയി ചെറിയച്ഛനെ കണ്ട് സംസാരിക്കുന്നുണ്ട്, വേണമെങ്കിൽ താനും വാ. അവൻ ചോദിച്ചതിന് അവൾ സമ്മതം മൂളി. പിന്നെ ഇനി ചെറിയച്ഛൻ എന്നോട് സംസാരിച്ചില്ല, മിണ്ടിയില്ല എന്നൊക്കെ കരുതി തനിക്ക് സങ്കടമോ വിഷമമോ തോന്നേണ്ട കാര്യമൊന്നുമില്ല. കാരണം എനിക്ക് ആവശ്യം വേണ്ട സമയത്തൊന്നും ചെറിയച്ഛൻ എന്നെ സഹായിച്ചിട്ടോ എൻ്റെ കൂടെ നിന്നിട്ടോ ഇല്ല. അച്ഛനും അമ്മയും മരിച്ചപ്പോൾ പോലും ചെറിയച്ഛനായിരുന്നില്ല എനിക്കൊരു താങ്ങായി നിൽക്കേണ്ടത്. ആ സമയത്തൊന്നും ചെറിയച്ഛൻ എൻ്റെ കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ ചെറിയച്ഛനോട് എനിക്ക് വലിയ സെൻറ്റിമെൻറ്റ്സ് ഒന്നുമില്ല. അച്ഛൻ്റെ അനിയൻ അത്രമാണുള്ളത്. ഇതൊക്കെ എൻ്റെ മനസ്സിലുണ്ടെങ്കിലും ഞാൻ ആളോട് ദേഷ്യത്തിൽ പെരുമാറില്ല എന്ന് മാത്രം. വിഷ്ണു ഇനിയും അവളുടെ മനസ്സിൽ ഇങ്ങനെയുള്ള ചിന്തകൾ ഒരു കരടായി കിടക്കണ്ടെന്ന് കരുതി അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. എന്നാലും നാളെ ഒന്ന് നിന്റെ ചെറിയച്ഛനെ കാണാൻ പോകണം വിഷ്ണു. എന്തായാലും പോകണം. കാര്യങ്ങളുടെ സത്യാവസ്ഥ അറിയാതെ ഇനിയും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. വൈശാലി അത് കേട്ടു. അവളുടെ ഭാഗത്ത് തെറ്റുണ്ട് എങ്കിലും അതിലും കൂടുതൽ തെറ്റുള്ളത് അയാളുടെ ഭാഗത്താണെന്നുള്ള വിശ്വാസം അവൾക്കുണ്ടായിരുന്നു. പിറ്റേ ദിവസം തന്നെ രണ്ടുപേരും ചേർന്ന് ചെറിയച്ഛനെ കാണാൻ പോയിരുന്നു. അവിടെ പോയപ്പോൾ ആള് വീട്ടിലില്ല. വിഷ്ണു ഫോണിൽ വിളിച്ചു വരുത്തി. ഓ, നിന്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതുപോലെ ഞാൻ ചെയ്യില്ല. അകത്തേക്ക് കയറിയിരിക്കും രണ്ടുപേരും. വീടിൻ്റെ വാതിൽ തുറന്നു കൊടുത്തുകൊണ്ട് ചെറിയച്ഛൻ അവനോട് പറഞ്ഞു. വിഷ്ണു അതിന് തിരിച്ചൊന്നും പറയാൻ നിന്നില്ല. എന്തെങ്കിലും തിരികെ പറഞ്ഞാൽ അത് ചിലപ്പോൾ അടുത്ത പ്രശ്നത്തിലേക്കായിരിക്കും വഴിതിരിക്കുക. ചെറിയച്ഛ, വൈശാലിയുടെ കാര്യത്തിൽ ചെറിയച്ഛൻ്റെ ഭാഗത്ത് തെറ്റുകളുണ്ട്. ചെറിയച്ഛൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതും പറയുന്നതും ഒന്നുമല്ല ശരി. അതിനപ്പുറത്തേക്ക് സത്യങ്ങൾ ഒരുപാടുണ്ട്. ഉണ്ടാകാം വിഷ്ണു, അതിന് ഞാനൊന്നും പറയുന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും ഇവൾ ഒരാളെ കൊന്നു എന്നത് സത്യമല്ലാതാകുന്നില്ലല്ലോ. എൻ്റെ തറവാട്ടിൽ ഇനി ആകെയുള്ള ഒരു ആൺതരിയാണ് നീ. തറവാടിൻ്റെ പേര് നിലനിർത്താനുള്ള ആകെ ഒരാൾ. അങ്ങനെയുള്ളപ്പോൾ നീ തന്നെ ഇതുപോലൊരു പെണ്ണിനെ വിവാഹം കഴിച്ചു എന്ന് കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് അംഗീകരിക്കാനായില്ല. അതുകൊണ്ട് അന്നേരം അങ്ങനെയൊക്കെ പറഞ്ഞു പോയി. ചെറിയച്ഛനിപ്പോൾ തീർത്തും ഗൗരവത്തിലാണ് സംസാരിക്കുന്നത്. ആ ശബ്ദത്തിൽ ദേഷ്യമില്ല, മറിച്ച് കാര്യമായ കാരണങ്ങളെല്ലാം വിശദീകരിച്ച് പറയുകയാണ്. നിങ്ങൾ പറയുന്നത് ശരിയാകാം. ആരും കൊലപാതകയായിട്ട് ജനിക്കുന്നില്ലല്ലോ ചെറിയച്ഛ. സാഹചര്യങ്ങളല്ലേ ഓരോരുത്തരെയും കൊലപാതകയും കള്ളനും ഒക്കെ ആക്കി മാറ്റുന്നത്.
ഇപ്പോൾ വൈശാലിയുടെ കാര്യം പറയുവാണെങ്കിൽ കോടതി തന്നെ തെളിയിച്ചു കഴിഞ്ഞ കാര്യമാണ് അത് അവൾ സ്വയരക്ഷയ്ക്ക് വേണ്ടി ചെയ്തു പോയ കാര്യമാണെന്നുള്ളത്. വിഷ്ണു പറഞ്ഞതിൽ കൂടുതലായിട്ടൊന്നും വൈശാലിക്ക് പറയാനുണ്ടായിരുന്നില്ല. ഒരുപക്ഷെ താൻ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ തന്നെയാണ് വിഷ്ണു ഇപ്പോൾ പറയുന്നത്. ഒടുവിൽ രണ്ടുപേരും ചേർന്ന് അന്ന് നടന്ന സംഭവങ്ങളെല്ലാം വളരെ വിശദമായി തന്നെ ചെറിയച്ഛനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. എല്ലാം കേട്ടുകഴിഞ്ഞ് അയാളൊന്ന് ചിരിച്ചു. ജീവിതം നിങ്ങളുടേതാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഇഷ്ടമുള്ള ആളുകളുടെ കൂടെ ജീവിക്കാം. ഇന്നലെ പെട്ടെന്ന് മോളെ അവിടെ കണ്ടപ്പോൾ ഉള്ള ആ ഒരു ദേഷ്യത്തിലോ മറ്റോ പറഞ്ഞു പോയതാണ്. എന്തായാലും നാളെ രാവിലെ ഞാൻ തിരികെ പോകും. അതിനു മുൻപ് ഈ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു പരിഹരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. അയാൾ ചിരിച്ച മുഖത്തോടെയാണ് അവരോട് പിന്നീട് സംസാരിച്ചത്. അത് കണ്ടതും വൈശാലിക്കും വിഷ്ണുവിനും സമാധാനമായി. അവിടെ നിന്നും തിരികെയുള്ള യാത്രയിൽ രണ്ടുപേരുടെ ഉള്ളവും ശാന്തമായിരുന്നു. അത്രയും സമാധാനം നിറഞ്ഞ അന്തരീക്ഷം. ഹാപ്പിയാണോ താൻ? അവളുടെ ഉള്ളിൽ സമാധാനമാണെന്ന് അറിയാമായിരുന്നിട്ടും വെറുതെ അവനൊന്ന് ചോദിച്ചു. അവളുടെ നാവിൽ നിന്നത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം, അത്രമാത്രം. അവൻ ചോദിച്ചതിന് വൈശാലി അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. വണ്ടി ഓടിക്കുകയാണെങ്കിലും അവനും അവളെ ഒന്ന് തിരിഞ്ഞു നോക്കി. പുരികമുയർത്തി അവളോട് എന്താണെന്ന് ചോദിച്ചു. ഞാൻ ഹാപ്പിയാണ്. എനിക്ക് നീയില്ലേ? അവനെ മാത്രം നോക്കിയാണ് അവളത് പറഞ്ഞത്. അവനറിയാം അവളുടെ ലോകം തന്നെ ഇപ്പോൾ തന്നിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ്. അതിനേക്കാൾ ഉപരി അവൾക്ക് ഇന്ന് ഈ ലോകത്തിൽ മറ്റൊന്നുമില്ല. പക്ഷേ ഇടയ്ക്ക് അവൾ ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഒരു കുളിര്, മനസ്സിലൊരു സന്തോഷം. അത്രയൊക്കെ തന്നെയാണ് അവനും ആഗ്രഹിച്ചത്. അവളുടെ സന്തോഷം, അതിൽ കൂടുതലായി മറ്റൊന്നും ആഗ്രഹിച്ചിട്ടില്ല. അവളുടെ മറുപടി കേട്ടപ്പോൾ തന്നെ വിഷ്ണുവിൻ്റെ ചുണ്ടിൽ പുഞ്ചിരിയും മുഖത്ത് പൂനിലാവ് ഉദിച്ചതുപോലെയുള്ള ഒരു തെളിച്ചവും വിടർന്നു. നാളെ നമുക്കൊരു സ്ഥലം വരെ പോകാം. അവൻ പറയുന്നത് കേട്ടതും വൈശാലി അവനെ ഒരുതരം കൗതുകത്തോടെ നോക്കി. എങ്ങോട്ടാണെന്ന രീതിയിൽ. എങ്ങോട്ടാണെന്ന് ചോദിക്കണ്ട, ഇപ്പോൾ പറയുന്നില്ല, നാളെ പറയാം. ബട്ട് ഐ ഗസ് തനിക്ക് സ്ഥലം ഇഷ്ടപ്പെടാതിരിക്കില്ല. അവൻ പറയുന്നത് കേട്ടതും വൈശാലി ഒന്ന് ചിരിച്ചു. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാം കേട്ടോ. ബൈ.